श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्ति वेदांत स्वामिनिति नामने नमस्ते सरस्वती देव्ये गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण। തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ വൈഷ്ണവാസിന്റെ ബ്ലെസ്സിങ്സും വേണം. പഞ്ചകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യോ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഓക്കെ, ഇപ്പൊ നമ്മൾ വന്നിട്ട് ചൈതന്യ ചരിതാമൃതത്തില് ആദിലയില് 4th ചാപ്റ്ററില് നോക്കുവാണ്. ഇതുവരെ ഇത് ഈ ചാപ്റ്റർ 4th ചാപ്റ്റർ വന്നിട്ട് മംഗളാചാരന്റെ 6ാമത്തെ ശ്ലോകത്തിനെ കുറിച്ചാണ് പറയുന്നത്. സോ കൃഷ്ണസ് ഡിസയേഴ്സ്, രാധാറാണിയുടെ മൂഡില് ഭഗവാൻ അവതരിക്കാനുള്ള കാരണങ്ങൾ, ഇന്റേണൽ റീസൺസ്, ഗുഹ്യമായ കാരണങ്ങളാണ് ഈ പാട്ടില് ഡിസ്കസ് ചെയ്യുന്നത്. രാധാറാണിയുടെ ലവ് വന്നിട്ട് വളരെ സ്പെഷ്യൽ ആണ്, വളരെ ആ പ്രേമം വന്നിട്ട് വളരെ പ്യുവർ ആണ്, വളരെ ക്ലീൻ ആണ്. പ്രൈഡ് എന്നുള്ളത് ഒരു ചെറിയ ഒരു തുള്ളി പോലും ഇല്ല. അതാണ് രാധാറാണിയുടെ. അപ്പൊ കൃഷ്ണൻ വന്നിട്ട് ഭയങ്കര ക്യൂരിയസ് ആവുന്നു, അതെങ്ങനെ അത് അത്ര ആ ഒരു ലെവലില് രാധാറാണി എന്നെ സ്നേഹിക്കുന്നത്, അത് എന്താണ്, എന്നെ ഇങ്ങനെ സ്നേഹിച്ച് രാധാറാണി അനുഭവിക്കുന്നത് രസം എന്താണ് എന്ന് അത് അറിയാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ വന്നിട്ട് രാധാറാണിയുടെ മൂഡ് എടുക്കാൻ വന്നിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ രാധാറാണിയുടെ ഗ്രേറ്റ്നെസ് മനസ്സിലാക്കാൻ ഫസ്റ്റ് ഡിസയർ വന്നിട്ട് രാധാറാണിയുടെ ഗ്രേറ്റ്നെസ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ വന്നിട്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ ഭാവം എടുത്തു. സെക്കൻഡ് ഡിസയർ വന്നിട്ട് ടു ടേസ്റ്റ് ഹിസ് ഓൺ സ്വീറ്റ്നെസ്. അങ്ങനെ എന്താ എന്റെ അടുത്ത് ഉള്ളത്, രാധാറാണി ഇത്രയും അട്രാക്ട് ആവണം, ഇത്രയും എന്നെ സ്നേഹിക്കാൻ എന്റെ അടുത്ത് അങ്ങനെ എന്താ സ്വീറ്റ്നെസ് ഉള്ളത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് രണ്ടാമത്തെ ആഗ്രഹമായിരുന്നു, എന്താണ് എന്റെ സ്വീറ്റ്നെസ് എന്താണെന്ന്. പിന്നെ മൂന്നാമത്തത് വന്നിട്ട് എന്താന്ന് വെച്ചാല്, അങ്ങനെ എന്നെ സ്നേഹിച്ച് രാധാറാണിക്ക് കിട്ടുന്ന സന്തോഷം എന്താണ്, വാട്ട് ഈസ് ദ ഹാപ്പിനെസ് ഷീ ഈസ് ഗെറ്റിംഗ്. ഇതുപോലെ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഷീ ഈസ് ഗെറ്റിംഗ് സം ഹാപ്പിനെസ്. അങ്ങനെ കിട്ടുന്നത് കൊണ്ടല്ല രാധാറാണി, അപ്പൊ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് രാധാറാണി അനുഭവിക്കുന്ന സന്തോഷം എന്താണ്. അപ്പൊ ഇത് മൂന്നാണ് ഇന്റേണൽ കാരണമായിട്ട്, ഇന്റേണൽ റീസൺസ് ആയിട്ട് ഈ ചാപ്റ്ററിൽ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇന്റേണൽ റീസൺസ് പറയുമ്പോൾ ഫസ്റ്റ് വന്നിട്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ ഗ്രേറ്റ്നെസ് ഓഫ് രാധാറാണിയുടെ ഗ്രേറ്റ്നെസ് എന്താണ് എന്ന് മനസ്സിലാക്കാനും, രണ്ടാമത്തെ ഡിസൈർ വന്നിട്ട് എന്റെ സ്വീറ്റ്നെസ് എന്താണ്, പിന്നെ അങ്ങനെ രാധാറാണി എന്നെ സ്നേഹിച്ച് രാധാറാണിക്ക് കിട്ടുന്ന സന്തോഷം എന്താണ്. അപ്പൊ ഇത് മൂന്നാണ് കാരണങ്ങൾ രാധാറാണി കൃഷ്ണൻ വന്നിട്ട് രാധാഭാവത്തില് അവതരിക്കാനുള്ള കാരണങ്ങൾ. ഇപ്പൊ പിന്നെ ഈ ഗോപീസ് വന്നിട്ട് അത്ര സിൻസിയർ ആയിട്ട് ഭഗവാനെ സ്നേഹിക്കുന്നു. അവർ വിചാരിക്കുന്നു മീൻസ് ഞാൻ വന്നിട്ട് ഭഗവാന് ഫുഡ് കൊടുത്തില്ലെങ്കിൽ ഭഗവാന്റെ എങ്ങനെ ഭഗവാനെ അവർ കൊടുത്തില്ലെങ്കിൽ വേറെ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ്, ഇവൻ ഭഗവാൻ വന്നിട്ട് ദ്വാരകയിൽ എവിടെയെങ്കിലും പോയാലും അവരമാരി കുക്ക് ചെയ്ത് അവരമാരി ഭഗവാനെ സ്നേഹിച്ച ഓഫർ ചെയ്യാൻ ആരും ഉണ്ടാവില്ലല്ലോ ദ്വാരകയിലും. ഗോപിയുടെ ഭാവം അങ്ങനെയാണ്, ദ ബെസ്റ്റ് സർവീസ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് വന്നിട്ട് പ്രൈഡ് ഇല്ല, അതിൽ വന്നിട്ട് അഹങ്കാരം ഇല്ല, ഞങ്ങൾക്ക് ഒന്ന് എല്ലാം നല്ല പോലെ ചെയ്യാം, അങ്ങനെയല്ല. ബട്ട് അവർ വിചാരിക്കുന്നു ഞങ്ങൾ ചെയ്തില്ലെങ്കിൽ ഭഗവാൻ എങ്ങനെ ഇത് കിട്ടും, അങ്ങനെ ഒരു ദ ബെസ്റ്റ് സർവീസ്, ഭഗവാന്റെ ബെസ്റ്റ് ആയിട്ട് നമുക്ക് സന്തോഷം കിട്ടില്ലല്ലോ, ഭഗവാനെ വേറെ ആരെങ്കിലും ഭഗവാനെ സർവീസ് ചെയ്ത് അതുപോലെ ഒരു സന്തോഷം ഭഗവാനെ കിട്ടില്ലല്ലോ എന്ന് അങ്ങനെ ഒരു ഫീലിംഗ് ആണ്
ഗോപീസിനെല്ലാം. ഇപ്പം ഇപ്പൊ നമ്മള് ലാസ്റ്റ് ആയിട്ട് നമ്മൾ വായിച്ചു. പിന്നെ ഈ രാധാറാണിയുടെ ഐ മീൻ മെറ്റീരിയൽ ലവും പിന്നെ സ്പിരിച്വൽ ലവ് പറഞ്ഞാൽ അത് സ്പിരിച്വൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ലസ്റ്റും ലവ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ കൂടെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ലസ്റ്റ് വന്നിട്ട് ഇരുമ്പിനെ പോലെയാണ്, ശുദ്ധഭക്തി പ്രേമം വന്നിട്ട് സ്വർണത്തിനെ പോലെയാണ്. പിന്നെ ലസ്റ്റ് ഉള്ളപ്പോ എനിക്ക് എന്ത് കിട്ടും എന്നുള്ളതായിരിക്കും അവിടെ ചിന്ത. പക്ഷെ ശുദ്ധഭക്തി പ്രേമം, കൃഷ്ണപ്രേമം വന്നിട്ട് ഭഗവാന്റെ ഇന്ദ്രിയങ്ങളെ ഞാൻ എങ്ങനെ തൃപ്തി ചെയ്യും, ഭഗവാന്റെ എങ്ങനെ സന്തോഷം കിട്ടും എന്നുള്ള ചിന്തയായിരുന്നു രാധാറാണിയുടെ അത്. അപ്പൊ ഇത് വെറും ഡാർക്ക്നെസ് ആണ് കാമം. ഇവിടെ വന്നിട്ട് ശുദ്ധ പ്രേമം വന്നിട്ട് സൂര്യനെ പോലെ പ്രകാശമായിരിക്കും എന്ന് പറഞ്ഞിട്ട് രാധാറാണിയുടെ ഗോപിമാരുടെ സ്നേഹത്തിനെ കുറിച്ച് നമ്മൾ നേരത്തെ വായിച്ചു. ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് 214 214 ഫോർ ടുഡേ. അപ്പൊ ഇപ്പൊ ഇതുവരെ നമ്മൾ കണ്ടതിൽ വന്നിട്ട് ദ ടോപ്പ് മോസ്റ്റ് വന്നിട്ട് ഗോപിമാരുടെ പ്രേമമാണ്. ആ ഗോപിമാരുടെ പ്രേമത്തിലും ടോപ്പ് മോസ്റ്റ് വന്നിട്ട് രാധാറാണിയുടെ പ്രേമമാണ് എന്ന്. സോ ഭഗവാന്റെ കോൺസേർട്സിൽ വന്നിട്ട് ലക്ഷ്മി ഗണ ഉണ്ട്, മഹിഷി ഗണ ഉണ്ട്, പിന്നെ ബ്രജ ദേവഗണ. അപ്പൊ ലക്ഷ്മികളെക്കാട്ടിലും കൂടുതൽ പ്രേമം പിന്നെ മഹിഷി ഗണ, പട്ടമഹിഷികളുടെ. പിന്നെ അതിനെക്കാട്ടിലും കൂടുതൽ സ്നേഹവും പ്രേമവും ഇവിടെ ബ്രജഗോപികളുടെ അടുത്ത്. അപ്പൊ ഈ ബ്രജഗോപികളുടെ പ്രേമത്തിലിരുന്ന് ഇനി അടുത്ത ലെവലിലേക്കാണ് ഇപ്പൊ നമ്മൾ പോകുന്നത്. രാധാറാണിയുടെ പ്രേമത്തിനെ കുറിച്ച് സംസാരിക്കുന്ന ഭാഗമാണ് നമ്മള്. ഗോപീസ് വന്നിട്ട് ഗോപീസിന് എന്തുകൊണ്ട് ഗോപിയുടെ റോൾ വന്ന് എന്താന്ന് വെച്ചാല്, ഗോപിമാർക്ക് ഭഗവാന്റെ മനസ്സിൽ എന്താ ഉള്ളത്, ഭഗവാന്റെ ആഗ്രഹം എന്താ ഉള്ളത് എന്നെല്ലാം ക്ലിയർ ആയിട്ട് ഗോപീസിനെ അറിയാം. പിന്നെ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഭഗവാനെ സെർവ് ചെയ്തിട്ട് ഭഗവാനെ സന്തോഷം കൊടുക്കാൻ പറ്റും എന്നുള്ളതും ഗോപിമാർക്ക് അറിയാം. പിന്നെ ഭഗവാന്റെ ഗ്രേറ്റ്നെസ് എന്താണ്, ഭഗവാൻ എത്ര, അതും ഗോപിമാർക്ക് അറിയാം. പിന്നെ ഗോപിമാർക്ക് ഭഗവാനെ എന്താ പറയാ, നല്ല രീതിയിൽ ഐ മീൻ നല്ല പോലെ ദേ വിൽ റെസ്പെക്ട് കൃഷ്ണ വെരി വെൽ, യാതൊരു സ്വാർത്ഥതയും ഇല്ലാതെ 100% അങ്ങനെ. ഇപ്പൊ ഇങ്ങനെയുള്ള എല്ലാ ഗോപീസിലും രാധാറാണി ഇസ് ദ ടോപ്പ് മോസ്റ്റ് ഗോപി എന്ന് ഉള്ളതാണ്. ഇപ്പൊ ആ ഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗം 214 മുതൽ. So let us start reading from 214 onwards. Sei gopi gana madhye uttama radhika रूपे गुणे सौभाग्ये प्रेम सर्वाधिका. Mataji, can anybody help in reading Malayalam translation? Hare Krishna. അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, among the gopis Srimati Radhika is the foremost. ശ്ലോക നമ്പർ 214 മാതാജി, 214. ഞാനിപ്പോ വായിക്കാം. അത് ഗോപികമാർക്കിടയിൽ ശ്രീമതി രാധാറാണിയാണ് അഗ്രഗണ്യ. അവൾ സൗന്ദര്യത്തിലും സദ്ഗുണത്തിലും സൗഭാഗ്യത്തിലും സർവോപരി പ്രേമത്തിലും മറ്റെല്ലാവരെയും അതിക്രമിക്കുന്നു. ഭാവാർത്ഥം: എല്ലാ ഗോപികമാരിലും വച്ച് ശ്രീമതി രാധാറാണിയാണ് ഏറ്റവും ഉത്കൃഷ്ടം. അവൾ ഏറ്റവും സുന്ദരിയും ഏറ്റവും യോഗ്യതയുള്ളവളും എല്ലാത്തിലും ഉപരി ശ്രീകൃഷ്ണ ഭഗവാന്റെ സർവോത്തമയായ പ്രേമികയുമാണ്. Okay, thank you Mataji. Okay, it's very clear. The topmost devotee, ഭഗവാനെ സ്നേഹിക്കുന്നത് topmost പറഞ്ഞാല് അത് ശ്രീമതി രാധ ആണ്. യഥാ രാധാ പ്രിയ വിഷ്ണു തസ്യ കുണ്ടം പ്രിയം തഥാ സർവഗോപീഷു സൈവൈക വിഷ്ണുരത്യന്ത വല്ലഭ. അപ്പോ രാധാറാണി എങ്ങനെ ഭഗവാനെ വളരെ പ്രിയമാണോ അതുപോലെ രാധാകുണ്ടവും കൃഷ്ണന് ഭയങ്കരവും പ്രിയമാണ്. എല്ലാ ഗോപിമാരിലും രാധാറാണിയാണ് ഗ്രേറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ പത്മപുരാണത്തിലുള്ള ഒരു വേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. സോ പത്മപുരാണത്തിന്റെ പ്രമാണമാണ് രാധാറാണി ഇസ് എ ടോപ്പ് മോസ്റ്റ്. രാധാറാണി ടോപ്പ് മോസ്റ്റ്, രാധാകുണ്ടവും ടോപ്പ് മോസ്റ്റ് എന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ 216 വായിക്കാം.
त्रैलोक्ये पृथिवी धन्या यत्र वृन्दावनं पुरी तत्रापि गोपिका पार्थ यत्र राधाभिधाममाम्. യെസ് മതെ. അപ്പൊ ഈ 3 ലോകത്തിലും ഈ ഭൂലോകം വന്നിട്ട് വളരെ ഫോർച്ചുനേറ്റ് ആണ്. ആ ഭൂലോകത്തിൽ സ്പെഷ്യലി വൃന്ദാവനം വളരെ 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 ഫോർച്ചുനേറ്റ് സ്പെഷ്യൽ ആണ്. അവിടെ വന്നിട്ട് ഗോപിമാരുണ്ട്. അതും സ്പെഷ്യലി വളരെ ഗ്ലോറിയസ്. എന്തുകൊണ്ടാണ്? ശ്രീമതി രാധാറാണി അവിടെ ഉള്ളത് കൊണ്ട് എന്ന് ഈ വേഴ്സ് നമുക്ക് പഠിപ്പിക്കുന്നത്. ഇത് വന്നിട്ട് ആദി പുരാണത്തില് ഭഗവാൻ വന്ന് കൃഷ്ണൻ അർജുനന്റെ അടുത്ത് പറയുന്ന വേഴ്സ് ആണ്. സോ ശാസ്ത്രത്തിലുള്ള പ്രമാണങ്ങൾ ലൈനായിട്ട് പറയുന്നുണ്ട്. പത്മപുരാണത്തിൽ, ആദി പുരാണത്തിലെല്ലാം രാധാറാണിയാണ് ശ്രേഷ്ഠം, രാധാറാണിയാണ് ടോപ്പ് മോസ്റ്റ് പ്രേമിക എന്ന് പറയുന്ന വേഴ്സസ് ആണ് ഇപ്പൊ നമ്മൾ നോക്കാം. 217 രാധാസഹ ക്രീഡരസ. ഓക്കെ, രാധാസഹ ക്രീഡരസ വൃദ്ധിര കാരണ ആരസഭ ഗോപി ഗണ രസോപകരണ. മാതാജി, can you please read? ഹരേഷ്ണമാദ്യം. രാധാറാണിക്കൊപ്പമുള്ള കൃഷ്ണന്റെ ലീലകളുടെ ആനന്ദം വർദ്ധിപ്പിക്കുവാൻ മറ്റെല്ലാ ഗോപികമാരും സഹായിക്കുന്നു. അവരുടെ പരസ്പര ആസ്വാദനത്തിനുള്ള ഉപകരണമായി ഗോപീഗണങ്ങൾ വർത്തിക്കുന്നു. ഭാവാർത്ഥം: സഖികൾ, നിത്യസഖികൾ, പ്രാണസഖികൾ, പ്രിയസഖികൾ, പരമപ്രേഷ്ഠ സഖികൾ എന്നിങ്ങനെ ഗോപികമാർ 5 വിഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നതായി പറയുന്നു. വൃന്ദാവന ധാമത്തിന്റെ റാണിയായ ശ്രീ രാധയുടെ സഹചാരിണികളായ ഈ സുന്ദരാംഗികളെല്ലാം കൃഷ്ണനിൽ പരിശുദ്ധ കാമവികാരങ്ങൾ ഉണർത്താൻ വിദഗ്ധകളാണ്. പരപ്രോഷ്ഠ സഖികൾ 8 പേരുണ്ട്. അവർ കൃഷ്ണന്റെയും രാധയുടെയും പ്രേമ വ്യവഹാരങ്ങളിൽ ഒരാൾക്ക് മറ്റൊരാളോട് പ്രീതി ഉണ്ടാക്കാൻ ഉതകുന്ന സാഹചര്യം സൃഷ്ടിക്കാൻ ചിലപ്പോൾ കൃഷ്ണന്റെ വശത്തോ ചിലപ്പോൾ രാധാറാണിക്കൊപ്പമോ ചേരുന്നു. ഇത് രസവിനിമയത്തെ കൂടുതൽ രുചികരമാക്കുന്നു. ഇവിടെ കോമ്പറ്റീഷൻ എങ്ങനെ ഭഗവാനെ വന്നിട്ട് കൂടുതൽ ആനന്ദം കൊടുക്കാൻ പറ്റുമോ? ചിലപ്പോ രാധാറാണിയുടെ സൈഡ് എടുത്ത് ചിലപ്പോ കൃഷ്ണന്റെ സൈഡ് എടുത്ത് ഒരു കോമ്പറ്റീഷനില് വന്നിട്ട് രാധാകൃഷ്ണന്റെ ലീലയുടെ എൻജോയ്മെന്റ് ഹാപ്പിനെസ് വന്നിട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് ഓരോരോ ഗോപിയും അവരവരുടെ ബെസ്റ്റ് അവിടെ ചെയ്യുന്നുണ്ട്. രാധാറാണി ഇല്ലാതെ ഭഗവാനെ വന്നിട്ട് എന്ത് ഗോപീസ് എന്ത് ചെയ്താലും രാധാറാണിയാണ് ടോപ്പ് മോസ്റ്റ്. രാധാറാണി ഇല്ലാതെ അവിടെ വന്നു. ഇപ്പൊ അടുത്ത വേഴ്സ് വന്നിട്ട് നമുക്ക് അതാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. കൃഷ്ണേര വല്ലഭ രാധാകൃഷ്ണ പ്രാണധന താൻഹവിനു സുഖ ഹേതു നാഹി ഗോപഗണ. അപ്പൊ ഭഗവാൻ കൃഷ്ണന്റെ ബിലാവേഡ് ഏറ്റവും ബിലാവേഡ് വന്ന് ശ്രീമതി രാധാറാണിയാണ്. She is a wealth of his life. Without her, the gopis cannot giving many pleasure. അപ്പൊ ഗോപിമാരെല്ലാം കുറെ പേരുണ്ടായാലും രാധാറാണി ഇല്ലാതെ ഭഗവാന്റെ യാതൊരു സന്തോഷവും കിട്ടൂല എന്നാണ് ഇവിടെ പറയണം. പിന്നെ സംസാരീർ അപി സംസാര വാസനാബദ്ധ ശൃംഖലാം രാധാമാധായ ഹൃദയേ തത്യാജ വ്രജ സുന്ദരി. മാതാജി ഇതിന്റെ ട്രാൻസ്ലേഷൻ ഒന്ന് വായിക്കും. ഹരേഷ്ണമാദ്യം. സംസാരിണിയായ ശ്രീകൃഷ്ണൻ രാസനൃത്തവേളയിൽ ഗോപീഗണങ്ങളെയെല്ലാം ഉപേക്ഷിക്കുകയും രാധാറാണിയെ ഹൃദയത്തിലേറ്റുകയും ചെയ്തു. എന്തുകൊണ്ടെന്നാൽ ഭഗവാന്റെ അഭിലാഷങ്ങളുടെ സാരം അനുഭവിക്കുന്നതിൽ അവിടുത്തെ സഹായിയാണ് അവൾ. ഭാവാർത്ഥം: ഗീതാ ഗോവിന്ദത്തിൽ 3.1 നിന്നുള്ള ഈ ശ്ലോകത്തിൽ ജയദേവ ഗോസ്വാമി ശ്രീകൃഷ്ണൻ രാധാറാണി അന്വേഷിച്ച് രാസലീല ഉപേക്ഷിച്ചു പോകുന്ന രംഗം വിവരിക്കുന്നു. ഇവിടെ എല്ലാം വന്നിട്ട് രാധാറാണി വന്നിട്ട് ടോപ്പ് മോസ്റ്റ് ഡിവോട്ടി ആണ് എന്നുള്ള ഇതിനെ വന്നിട്ട് പ്രൂവ് ചെയ്യാനുള്ളതാണ്. ഇപ്പൊ ഇതെല്ലാം വായിക്കുമ്പോ രാധാറാണിയുടെ ടോപ്പ് മോസ്റ്റ് പൊസിഷനെ കുറിച്ച് വായിക്കുമ്പോ ഇപ്പൊ റീസെന്റ് ആയിട്ട് നമുക്ക് നമ്മുടെ what is that called?
ഊഞ്ഞാലോത്സവം, ജൂലൻ യാത്ര ഇപ്പൊ ഫിനിഷ് ആയി. അപ്പൊ ജൂലൻ യാത്രയുടെ പാസ്റ്റ് ടൈംസ് വന്നിട്ട് ഈ ഗോപീസ് എല്ലാം വന്നിട്ട് ഭഗവാന് സന്തോഷം കൊടുക്കാൻ വേണ്ടിയിട്ട് എത്ര എത്ര ഈഗറായിട്ട് അവർ സർവീസ് ചെയ്യുന്നു എന്നല്ല. അപ്പൊ നമ്മുടെ എല്ലാ ടെമ്പിൾസിലും വന്നിട്ട് വളരെ ഫേമസ് ആയിട്ട് ഈ ജൂലൻ യാത്രയുടെ ഫെസ്റ്റിവൽ വന്ന് ഒബ്സർവ് ചെയ്തു. അപ്പൊ ഇവർ വന്നിട്ട് എന്താന്ന് വെച്ചാല്, അപ്പൊ ഇതില് ഇവൻ നമ്മുടെ ചൈതന്യ ചരിതാമൃതത്തെ വായിച്ചപ്പോഴും കൂടെ ഭഗവാൻ വന്നിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആണ്, ഭഗവാൻ വന്നിട്ട് വളരെ സുന്ദരമാണ്. പക്ഷെ ഭഗവാന്റെ ഇപ്പൊ നമുക്ക് വന്നിട്ട് നമ്മുടെ സൗന്ദര്യം കാണണമെങ്കിൽ നമുക്ക് മുമ്പ് വന്നിട്ട് ഒരു കണ്ണാടി ഉണ്ടാവണം. അതുപോലെ കൃഷ്ണസ് ഓൺ സ്വീറ്റ്നെസ് വന്നിട്ട് എൻജോയ് ചെയ്യണമെങ്കിൽ രാധാറാണി എന്ന് പറയുന്ന ഒരു മിറർ വന്നിട്ട് ഭഗവാന്റെ മുമ്പ് ഉണ്ടെങ്കിൽ കൃഷ്ണന്റെ സ്വീറ്റ്നെസ് എന്താണെന്ന് കൃഷ്ണനെ വന്നിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ കാണാൻ പറ്റുന്നത്. അത്ര ഷീ ഈസ് വെരി ക്രിസ്റ്റൽ ക്ലിയർ. അപ്പൊ അങ്ങനെ രാധാറാണി വന്നിട്ട് കൃഷ്ണനെ സെർവ് ചെയ്യുന്നതിൽ വന്ന് വളരെ ടോപ്പ് മോസ്റ്റ് ആണ്. ഈ നമ്മുടെ ഗൗഡിയ സമ്പ്രദായത്തില് ഈ ഭഗവാന്റെ ലീലകളെല്ലാം വന്നിട്ട് വളരെ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും. ഓരോരോ ലീലയും ഭഗവാന്റെ ലീലകളെല്ലാം വന്നിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ളത് നോക്കിയാല് ഭഗവാൻ വന്നിട്ട് വെണ്ണ കട്ടു, ഐ മീൻ സോ മെനി തിങ്സ്. എവറി ഡേ നടക്കുന്ന ലീല, എവറി ഡേ വന്നിട്ട് നടക്കുന്ന ലീലയാണ് ഇത്. കൃഷ്ണൻ വന്നിട്ട് ബാല്യലീല സമയത്ത് ഓരോരോ ദിവസവും ഓരോരോ വീട്ടിൽ പോയി വെണ്ണ കെട്ടുന്നത് അങ്ങനെയെല്ലാം. പിന്നെ ദിവസം വന്നിട്ട് കുറച്ചുകൂടെ വലുതായി പിന്നെ പശുക്കളെ മേയിച്ചുകൊണ്ട് പോയി കാട്ടിൽ പോയിട്ട് ഓരോ ദിവസം ഓരോ അസുരനെ വധിച്ച് ഓരോ ദിവസം ഓരോ ലീല ചെയ്തു. പിന്നെ പിന്നെ എന്താ വ്രജഗോപിമാരുടെ അടുത്ത് ടാക്സ് കളക്ട് ചെയ്യുക, അതെല്ലാം കൃഷ്ണന്റെ സ്പെഷ്യൽ ലീലയായിരുന്നു. അതെല്ലാം വന്നിട്ട് ദിവസം നടക്കുന്ന ലീലകളാണ് ഇതെല്ലാം. പക്ഷെ ഈ ജൂലൻ ഉത്സവം വന്നിട്ട് വളരെ സ്പെഷ്യലാണ്. ഇത് രാധാകുണ്ടില് എൻ്റെ അടുത്ത് 2-3 സ്ഥലത്തില് സ്പെഷ്യലായിട്ട് ഈ ജൂലൻ യാത്ര വന്നിട്ട് ഗോപികമാരും കൃഷ്ണനും വന്നിട്ട് നടത്തുന്നു. സോ ഈ ജൂലൻ യാത്ര ഫെസ്റ്റിവൽ വന്നിട്ട് മെയിൻ ആയിട്ട് 3 സ്ഥലത്തിൽ അവർ പറയുന്നു. രാധാകുണ്ടില് കാമ്യവനം, 12 വനത്തിൽ വന്ന് കാമ്യവനത്തില്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഹർഷ എന്നുള്ള ഒരു ഉപവനത്തില് വർഷ. അപ്പൊ ഈ ലീലകളെല്ലാം വന്ന് നോക്കിയാൽ ഓൺലി കൃഷ്ണൻ ആൻഡ് ഗോപീസ് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ആരില്ല. വളരെ സ്പെഷ്യൽ ആണ്. പിന്നെ മഞ്ചരിമാര് കൂടെ ആയിരിക്കും. ഇപ്പൊ എല്ലാവർക്കും ഇവിടെ എന്താ ചിന്ത എന്ന് വെച്ചാല്, എങ്ങനെ ഞാന് കൃഷ്ണനെ വന്നിട്ട് ടോപ്പ് മോസ്റ്റ് എൻജോയ്മെന്റ് കൊടുക്കാൻ പറ്റും, കൃഷ്ണനെ വന്നിട്ട് എങ്ങനെ സന്തോഷിപ്പിക്കാൻ പറ്റും എന്നുള്ള ആ ഒരു ഫീലിംഗ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഹൗ ടു ഇൻക്രീസ് ആനന്ദ ഫോർ രാധ ആൻഡ് കൃഷ്ണ, അതാണ് എല്ലാവരുടെയും ചിന്ത. അപ്പൊ സാധാരണ വന്നിട്ട് രാവിലെ കുളിച്ചു കഴിഞ്ഞ ഉടനെ ഭഗവാന്റെ അടുത്ത് വന്ന്, കൃഷ്ണ എന്നെ തന്നെ രക്ഷിക്കണേ, എന്നെ മാത്രം, ഗുരുവായൂരപ്പ എന്നെ മാത്രം കാത്ത് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥനയായിരിക്കും നമ്മുടെ പ്രാർത്ഥന. സാധാരണ ആൾക്കാർ, നമ്മളെ മാറിയ ആൾക്കാർ. പക്ഷെ അവിടെ വന്ന് എന്ത് കോമ്പറ്റീഷൻ വെച്ചാല്, ഹൗ വിൽ ഐ ഹെൽപ്പ് അനദർ ഡിവോട്ടി സോ ദാറ്റ് ദേ ഗെറ്റ് മെർസി ഓഫ് കൃഷ്ണ, സോ ദാറ്റ് കൃഷ്ണ ബിക്കംസ് ഹാപ്പി. അങ്ങനെ അതാണ്. അപ്പോ എല്ലാരും ഈ സഖികള്, മഞ്ചരികള് എല്ലാരുമേ വന്നിട്ട് ഈ ഒരു പ്ലാനിലാണ് എല്ലാരും ജൂലിയൻ യാത്ര ഫെസ്റ്റിവൽ വന്ന് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് കവി കർണപൂർ വന്നിട്ട് അനന്ത വൃന്ദാവൻ ചമ്പൂല വന്നിട്ട് ഈ ജൂലൻ ലീലയെ കുറിച്ച് പറയുന്നു. ഈ ജൂലൻ ലീലവും നമ്മൾ ഇന്ന് വായിച്ചതും രാധാറാണിയുടെ ടോപ്പ് മോസ്റ്റ് ഭക്ത എന്നുള്ളതും റിലേറ്റ് ആയി ഇത് വായിച്ചപ്പോ എനിക്ക് പെട്ടെന്ന് അതാണ് ഓർമ്മ വന്നത്. സോ ജൂലൻ യാത്ര വന്നിട്ട് നമുക്കറിയാം ഹോളിയുടെ ദിവസമാണ് നടന്നത്, ഹോളിയുടെ ദിവസം. അപ്പൊ ഹോളി ദിവസം വന്നിട്ട് കൃഷ്ണൻ വന്ന അന്നത്തെ ദിവസം നല്ല ഗോപന്മാരുടെ കൂടെ എല്ലാം കളിച്ച് വളരെ സന്തോഷമായിട്ടെല്ലാം കളിച്ചപ്പോ എല്ലാ ബോയ് ഫ്രണ്ട്സിന്റെ കൂടെ എല്ലാം കളിച്ചു. അപ്പൊ ഗോപിമാരെല്ലാം വിചാരിച്ചു, ഞങ്ങളുടെ കൂടെ കളിച്ചില്ലല്ലോ, ഞങ്ങളുടെ കൂടെ ഒന്നും കളിച്ചില്ലല്ലോ എന്നിങ്ങനെ ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു ഗോപിമാർക്ക്. അപ്പൊ ഗോപിമാർക്കെല്ലാം കുറെ ഗോപീസ് വേറെ എൻവീഡ്, നമുക്ക് കിട്ടിയില്ല ഈ ഭാഗ്യം ഇങ്ങനെ കൃഷ്ണന്റെ കൂടെ കളിക്കാൻ, നമുക്ക് വേണം, നമുക്ക് വി ഓൾസോ നീഡ് ചാൻസ് ടു പ്ലേ ആൻഡ് എൻജോയ് വിത്ത് കൃഷ്ണ. അങ്ങനെ ഗോപിമാർ വിചാരിച്ചു. അപ്പൊ കൃഷ്ണൻ വന്നിട്ട് ഒരു സീക്രട്ട് മെസ്സേജ് അയക്കുന്നുണ്ട് ഗോപിമാർക്ക്, ഡോണ്ട് വറി, വി ക്യാൻ സെലിബ്രേറ്റ് ഹോലി, നമുക്ക് വന്നിട്ട് ഹോലി സെലിബ്രേറ്റ് ചെയ്യാം വർഷ എന്നുള്ള സ്ഥലത്തില് ഉപവനത്തില് യമുന നദിയുടെ തീരത്തില് നമുക്ക് എൻജോയ് ചെയ്യാം, ഗോപിമാരെല്ലാം വരൂ എന്ന് പറയുന്നുണ്ട്. അവിടെ വന്നിട്ട് സ്കൈ സ്ക്രേപ്പർ മാതിരി ഉയർന്ന 2 കദംബ വൃക്ഷമുണ്ട്. പിന്നെ എല്ലാ ട്രീസും, അവിടെ ഉള്ള എല്ലാ വൃക്ഷങ്ങളും വന്നിട്ട് സർക്കുലർ ഫോമില് വന്നു, സർക്കുലർ ഒരു റൗണ്ട് ഫോമില് ഈ ട്രീസ് എല്ലാം ഇങ്ങനെ ഇരുന്നിട്ട്, പിന്നെ അവിടെ വന്നിട്ട് കുറെ ഡെക്കറേഷൻസ് എല്ലാം ട്രീസിൽ ചെയ്ത് കുറെ ഫ്ലവർ ക്രീപ്പേഴ്സ് എല്ലാം വെച്ച് നല്ല ജൂല ഡെക്കറേഷൻസ് എല്ലാം ചെയ്ത്. അപ്പൊ ഈ ഗോപിമാരെല്ലാം വന്നിട്ട് സോൾജേഴ്സിനെ പോലെ ഡ്രസ് ചെയ്തു.
ആനന്ദ വൃന്ദാവൻ ചമ്പൂരിലെ കവികർണപൂർ ഇങ്ങനെ പറയുന്നുണ്ട്. സോൾജേഴ്സ് മാറി ഡ്രസ് ചെയ്തിട്ട് അവർ വന്നിട്ട് ഒരു പ്രേമ യുദ്ധം, ലവ് വാർ, ദേ ആർ റെഡി ഫോർ എ ലവ് വാർ വിത്ത് കൃഷ്ണ. അപ്പൊ അവരും വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നു. ഈ ഗോപിമാരെല്ലാം വന്ന് ബ്യൂട്ടിഫുൾ ആയി ഡെക്കറേറ്റ് ചെയ്യുന്നു. അപ്പൊ സാധാരണ മെറ്റീരിയൽ വേൾഡില് മാതാജീസ് ഡെക്കറേറ്റ് ചെയ്യുന്നത് വന്നിട്ട് ഹൗ ഐ കൻ ഇംപ്രസ് അതേഴ്സ്, ബാക്കിയുള്ളവർ എന്നെ വന്നിട്ട് നല്ല ഇതാണെന്ന് പറയുന്നു. ദാറ്റ് ഈസ് എ മൂഡ് ഫോർ നോർമൽ പീപ്പിൾ ഇവൻ ദേ ഡ്രസ്. ഇവിടെ ഗോപിമാർ വന്നിട്ട് കൃഷ്ണൻ എന്നെ കണ്ടാ എങ്ങനെ സന്തോഷപ്പെടും, അതുപോലെ ഞാൻ ഡ്രസ് ചെയ്യണം. അവരുടെ മൂഡെല്ലാം വന്നിട്ട് കൃഷ്ണ ഷുഡ് ഫീൽ ഹാപ്പി, അതാണ് അവരുടെ മൂഡ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇവർ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് സോൾജേഴ്സ് മാതിരി അവർ ഡ്രസ് ചെയ്ത് നല്ല ബ്യൂട്ടിഫുള്ളി ഡ്രസ് ചെയ്ത് നല്ല വാസന ദ്രവ്യങ്ങളെല്ലാം പിന്നെ അവർ വന്നിട്ട് അങ്ങനെ നടന്ന് ലീലാ സ്ഥലത്തിൽ നടക്കാൻ പോകുന്ന ഭഗവാൻ പറഞ്ഞ സ്ഥലത്തിലേക്ക് അവർ പോകുന്നുണ്ട്. അവിടെ പോകുമ്പോ അവരുടെ നടക്കുന്ന വാക്കിംഗ് വന്നിട്ട് എങ്ങനെയുണ്ടെന്ന് വെച്ചാല് അവിടെ കുറെ അന്നപക്ഷികളെല്ലാം ഉണ്ടെന്ന്. അന്നപക്ഷികളെല്ലാം വന്ന് നിൽക്കുമ്പോ ഈ ഗോപിമാരുടെ നടക്കുന്ന ബ്യൂട്ടി കാണുമ്പോ അന്നപക്ഷികളെല്ലാം വിചാരിച്ചെന്ന്, വി ആർ വെരി ഡേർട്ടി ലുക്കിംഗ്. ഈ അന്നപക്ഷികൾ വിചാരിച്ചെന്ന്, ഈ ഗോപിമാർ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് നടക്കുന്ന, അവരുടെ ഗോപിമാരുടെ എന്ത് സൗന്ദര്യമാ, നമ്മള് വെറും ഡേർട്ടിയാ, നമുക്ക് അത്രയ്ക്കൊരു ഇതൊന്നും ഇല്ല. അന്ന് അന്നപക്ഷികളെല്ലാം വന്നിട്ട് വളരെ അങ്ങനെ ഫീൽ ചെയ്തെന്ന്. പിന്നെ വന്നിട്ട് കുയിലുകൾ കാണുമ്പോ അവിടെ ഗോപിമാരുടെ ഗാനങ്ങള് ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവർ പാടാൻ, അവരുടെ വോയിസും അവരുടെ മെലഡിയും എല്ലാം കേൾക്കുമ്പോ കുയിലുകളെല്ലാം വന്നിട്ട് അയ്യോ വി ആർ ഗുഡ് ഫോർ നത്തിങ്, നമ്മളിവിടെ ഒന്നും വായേ തുറക്കാൻ പാടില്ല, നമ്മുടെ സൗണ്ട് എല്ലാം വളരെ ഇതാണ്, നമുക്ക് മിണ്ടാതെ മൗനവ്രതം അനുഷ്ഠിക്കാം, നമുക്ക് മൗനവ്രതം പാലിക്കാം എന്ന് പറഞ്ഞിട്ട് ഈ കുയിലുകളെല്ലാം വന്നിട്ട് മൗനവ്രതം അനുഷ്ഠിക്കാൻ തുടങ്ങി. ഗോപിമാരുടെ വോയിസ് അത്രയും സ്വീറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് പീകോക്സ് എല്ലാം വന്നു. പീകോക്സ് എല്ലാം ഗോപിമാരുടെ നൃത്യം കാണുമ്പോൾ ഒരെണ്ണം ഒളിച്ചിരുന്നു. എന്ത് ബ്യൂട്ടിഫുൾ ഡാൻസ് ആണ്. ഇവരുടെ മുമ്പ് നമുക്ക് ഇത് ബേസിക് LKG UKG പോലും പഠിക്കാത്ത ഒരു ഡാൻസ് കുട്ടികളെ പോലെയാണ് നമ്മുടെ ഡാൻസ്. ഗോപിമാരുടെ മുമ്പ് നമുക്ക് കളിക്കാൻ യാതൊരു ഇതില്ല, അതുകൊണ്ട് നമുക്കെല്ലാം ഓടിപ്പോയി ഒളിച്ചിരിക്കാന്ന് പറഞ്ഞ് ഈ മയിലുകളെല്ലാം കൂടെ പോയി ഒളിച്ചിരുന്നു. അപ്പൊ പിന്നെ എന്തായി, ഈ ഗോപിമാരുടെ കയ്യിലെ വെപ്പൻസ്, അവരെല്ലാം സോൾജേഴ്സ് മാറിയെ ഡെക്കറേറ്റ് ചെയ്ത് വരുന്നത്. അപ്പൊ അവരുടെ കയ്യിലെല്ലാം വന്നിട്ട് വെപ്പൻസ് എല്ലാം ഇതുപോലത്തെ വെപ്പൻസ് ആണ്. അവരുടെ കയ്യില് ഫ്ലവർ ബൗ, ഫ്ലവേഴ്സ് കൊണ്ട് ഉണ്ടാക്കിയ അമ്പ് ഉണ്ട്, ഫ്ലവർ ബോംബ്സ് ഉണ്ട്, പിന്നെ സെന്റ് വാസന ദ്രവ്യമുണ്ട്, കളർ പൊടികളുണ്ട്. ഇവരെല്ലാം വന്നിട്ട് യുദ്ധത്തിന് തയ്യാറായിരിക്കും. അപ്പൊ വന്നിട്ട് കാമദേവൻ ഇവിടെ കാണുമ്പോ അവർക്ക് വന്നിട്ട് കാമദേവൻ വന്നിട്ട് മയങ്ങി വീഴുന്നു ഗോപിമാരുടെ ഈ അറേഞ്ച്മെന്റ്സ് എല്ലാം കാണുമ്പോ. അങ്ങനെ പിന്നെ ഈ വൃക്ഷങ്ങൾ, യമുന തീരത്ത് കദംബവനം ഇല്ലേ, അപ്പൊ കദംബവനത്തിലെ വൃക്ഷങ്ങളുടെ വളരെ ടൈറ്റ് ആയിട്ടുള്ള ഇങ്ങനെ ലീവ്സ് എല്ലാം നിറഞ്ഞ് ബുഷി ആയിട്ടുള്ള ടോൾ ട്രീസിന്റെ ഇലകൾക്ക് ഇടയ്ക്ക് വന്നിട്ട് ഈ ചന്ദ്രന്റെ കിരണങ്ങൾ താഴെ ഇങ്ങനെ വീഴുന്നു. വരുമ്പോ മൂൺഷൈൻ വന്ന് എന്താന്ന് വെച്ചാല് ഇങ്ങനെ ചന്ദ്രന്റെ കിരണം ഇങ്ങനെ ഫിഷ് മാതിരി ഇങ്ങനെ പോകുമ്പോ ചില ബേർഡ്സ് എല്ലാം അവിടെ വന്നിട്ട് മീനുകൾ ഓടി നടക്കുന്നു ഇവിടെ എന്ന് പറഞ്ഞിട്ട് ആ മീനിനെ കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ആക്ച്വലി മീനല്ല, ബട്ട് ഈ ലീവ്സിന്റെ ഇടയ്ക്ക് വരുന്ന മൂൺഷൈൻ്റെ റേസ് വന്നിട്ട് അങ്ങോട്ട് പോകുമ്പോ അത് വന്നിട്ട് മീനുകൾ ഓടി കളിക്കുന്ന മാതിരിയുണ്ട്. അത് കാണുമ്പോ പക്ഷികൾ വന്നിട്ട് അവർ വന്നിട്ട് ഇങ്ങനെ തറയില് കൊത്തി മീനുണ്ടോ എന്ന് നോക്കുന്നത്. അപ്പം പക്ഷികളെല്ലാരും വന്നു അവിടെ കൃഷ്ണൻ അവിടെ വരുന്നു എന്ന് കാണാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കൃഷ്ണന്റെ ആ ലീലയെ കണ്ടിട്ട് ലോകം മുഴുവനും പ്രചരിക്കണം ഭഗവാന്റെയും ഗോപികന്മാരുടെയും ലീലയെ വന്നിട്ട് ഇതാണ്. അപ്പൊ ഇവരെല്ലാരും വന്നു. അപ്പൊ എല്ലാരും ബേർഡ്സ് എല്ലാരും വന്നിട്ട് ഒരു വളരെ രമ്യമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അവർ ഉണ്ടാക്കി. രാധയും കൃഷ്ണനും ഇതുവരെ എത്തിയിട്ടില്ല. അപ്പൊ എല്ലാ ഗോപിമാരും കൃഷ്ണനെ നോക്കിയിരിക്കുന്നു. കൃഷ്ണൻ എവിടെയാ കണ്ടില്ലല്ലോ. അങ്ങനെ എല്ലാരും നോക്കിയിരിക്കുമ്പോ യമുന തീരത്ത് നിന്ന് കൃഷ്ണൻ വരുമ്പോ എന്താണ്, ഈ പുട്ടിങ് ഹിസ് ലെഫ്റ്റ് ഹാൻഡ് ഓൺ രാധാറാണിയുടെ തോളത്തെ ഇടത്തെ കൈ ഇട്ടിട്ട് വലത്തെ കയ്യിൽ ഒരു താമരപ്പൂവും കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ വട്ടം കറക്കിയിട്ട് ഇങ്ങനെ കൃഷ്ണൻ അവിടെ വരുന്നുണ്ട്. അവിടെ വരുമ്പോ കൃഷ്ണന്റെ കഴുത്ത് വന്നിട്ട് രാധാറാണിയുടെ സൈഡ് ഇങ്ങനെ ബെൻഡായിരിക്കുന്നു. അങ്ങനെ ബെൻഡായിരുന്ന് അവർ അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് നടക്കുമ്പോ എല്ലാ ഗോപികളും കൃഷ്ണനെയും രാധയും സ്വീകരിച്ച് അവർക്ക് നല്ല ജൂലാല് ഒരു ഇരിക്കാനുള്ള ഒരു ജൂലാല ഇരുന്ന് പിന്നെ അവർ വന്നിട്ട് സ്ലോലി രാധയും കൃഷ്ണനെയും വന്നിട്ട് ഇങ്ങനെ പുഷ് ചെയ്യാൻ തുടങ്ങി. രാധയും കൃഷ്ണനെയും വന്നിട്ട് ഇങ്ങനെ പുഷ് ചെയ്യാൻ തുടങ്ങിയപ്പോ അതെന്തായെന്ന് വെച്ചാല് നല്ല ഹൈറ്റിൽ പോകുന്നു. ഇത് വന്ന് യമുനയുടെ ബാങ്കിലാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഒരു സൈഡ് വന്നിട്ട് യമുന നദി നല്ല വലിയ യമുന നദി മുമ്പിലോട്ട്
പിന്നാലെ വന്നിട്ട് ഡെൻസ് ഫോറസ്റ്റ്, പിന്നാലെ ഫോറസ്റ്റ് ഉണ്ട്. അപ്പൊ ഇവർ വന്നിട്ട് ഈ ഊഞ്ഞാല് വന്നിട്ട് ഇങ്ങനെ പുഷ് ചെയ്യുമ്പോ ഗോപിമാർ വന്നിട്ട് രാധയും കൃഷ്ണനെ ഇരുത്തിയിട്ട് പുഷ് ചെയ്യുമ്പോ എന്താന്ന് വെച്ചാല് രാധാറാണി വന്നിട്ട് പേടിച്ചു പോയി. ഇത് യമുന നദിയുടെ മേലെ ഹൈറ്റില് ഈ ഊഞ്ഞാൽ മേലെ എങ്ങനെ പോകും. മേലെങ്ങനെ ഹൈറ്റിൽ പോകുമ്പോ രാധാറാണി ഭയങ്കര പേടിച്ച് കൃഷ്ണനെ ഇറുക്കെ പിടിക്കുന്നു. ഇങ്ങനെ എംബ്രേസ് ചെയ്ത് പിടിക്കുമ്പോ രാധാറാണി പിന്നെ രാധ അവിടെ എന്താവും அது வந்துட்டு ஒரு இങ്ങനെ ஒரு மூன் ஷேப் மாதிரி இങ്ങനെ பிறச்சந்திரன் மாதிரி ஊഞ്ഞാൽ വന്നിട്ട് മേലങ്ങ് പോയി യമുന നദിയുടെ മേലെ പോയി പിന്നാലെ വന്നിട്ട് പിന്നെ ഇപ്പുറത്ത് ഈ മരങ്ങളുടെ ഇടയ്ക്ക് ഉയരത്തിൽ അത്ര ഹൈറ്റില് ഇങ്ങനെ സ്പീഡിൽ പോകുമ്പോ രാധാറാണി പേടിച്ച് കൃഷ്ണൻ എങ്ങനെ ഇരുക്ക് പിടിക്കുന്നു. അപ്പൊ ഈ ഗോപിമാരെല്ലാം എന്ത് ചെയ്യും, ഫ്ലവർ ബോംബ്സ്, അവർ കയ്യില് കുറെ ആയുധങ്ങളെല്ലാം കൊണ്ടുവന്നല്ലോ, വെപ്പൻസ് എല്ലാം കൊണ്ടുവന്നല്ലോ, ഫ്ലവർ ബോംബ്സ്. അപ്പൊ ആ ഫ്ലവർ ബോംബ്സ് എല്ലാം എടുത്ത് അവർ വലിച്ചെറിയുമ്പോ എന്താവെന്ന് വെച്ചാൽ ഫുള്ള് സ്കൈ ഫുള്ള് കളർഫുൾ സ്കൈ ആവും, കളർഫുൾ ഹോലി പൗഡർ കളർഫുൾ സ്കൈ ആവും. അപ്പൊ ദേവാസ് എല്ലാം വന്ന് മേലിരുന്ന് നോക്കുമ്പോ അശ്വ നമുക്ക് രാധയും കൃഷ്ണന്റെ ലീലയൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യുന്ന വെച്ചാല് അവര് ഫ്ലവർ പെറ്റൽസ് എല്ലാം ഇടും. മേലെന്ന് പുഷ്പവൃഷ്ടി ചെയ്യുമ്പോ ഈ കളർ പൊടിയെല്ലാം താഴെ പോട്ടെ, പുഷ്പവൃഷ്ടി ചെയ്തിട്ട് കളർ പൊടിയെല്ലാം മാറി പിന്നെ അവർക്ക് വന്നിട്ട് രാധാകൃഷ്ണന്റെ ലീല കാണാൻ പറ്റും. അങ്ങനെ അവർ ചെയ്തിരുന്നു. പിന്നെ ഗോപികമാർ ചുമ്മാ ഇരുന്നില്ല, വീണ്ടും ഫ്ലവർ ബോംബ്സ് എല്ലാം അവർ എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഫ്ലവർ ബോംബ്സ് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഫ്ലവർ പെറ്റൽസ് വീണ്ടും വന്നു. അപ്പൊ വീണ്ടും ദേവന്മാർ നോക്കുന്നു, ഷോ ഇത്രയും നല്ല രാധാകൃഷ്ണന്റെയും ഊഞ്ഞാൽ ലീല അവിടെ നടക്കുന്നു, നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് വെച്ചിട്ട് ദേവന്മാർ വന്നിട്ട് വളരെ നല്ല ഒരു ഇളം കുളുമയായിട്ടുള്ള കാറ്റ്, നല്ല ബ്രീസ്. അപ്പൊ ഈ ഫ്ലവർ പെറ്റൽസ് എല്ലാം അവിടെ നിന്ന് മാറാൻ വേണ്ടിയിട്ട് ദേവന്മാർ വന്നിട്ട് അങ്ങനെ ഒരു ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താകുന്നു, അപ്പൊ എല്ലാവരും വന്നിട്ട് പിന്നെ അവരുടെ കളർ പൈപ്സ് എടുത്തിട്ട് ഹോലി ഫെസ്റ്റിവൽ അവർ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാം ഇരിക്കുമ്പോ ഇപ്പൊ ഭയങ്കര എല്ലാവർക്കും സന്തോഷം, ഗോപിമാർക്കെല്ലാം സന്തോഷം, കൃഷ്ണന് സന്തോഷം, രാധാറാണിക്ക് സന്തോഷം. ഇവിടെ ശ്രീമതി രാധാറാണി വിചാരിക്കുന്നു, ഈ ഗോപിമാരെല്ലാം വന്ന് എനിക്ക് ഇത്ര സർവീസ് ചെയ്തല്ലോ, എനിക്കും കൃഷ്ണനും ആനന്ദം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും സർവീസ് ചെയ്തല്ലോ, ഇവർക്ക് ഞാൻ എങ്ങനെ സർവീസ് ചെയ്യും, ഞാൻ എന്ത് ചെയ്യും അവർക്ക് എന്ന് വിചാരിച്ച് രാധാറാണി എന്ത് ചെയ്തു, ഉടനെ രാധാറാണി വന്നിട്ട് ലളിത സഖിയെ വന്നിട്ട് ഊഞ്ഞാലിരുത്തി കൃഷ്ണന്റെ കൂടെ പിന്നെ ഓരോരോ സഖിയും ലളിത, വിശാഖ എല്ലാരെയും ആ ഊഞ്ഞാലിരുത്തി. ആ ഊഞ്ഞാൽ വന്നിട്ട് എക്സ്പാൻഡ് ആയിക്കൊണ്ടേയിരുന്നു, വലുതാവുമായിരുന്നു. അപ്പൊ ഓരോരോ സഖിയെയും ഓരോരോ മഞ്ചരെയും കൃഷ്ണന്റെ കൂടെ ഇരുത്തിയിട്ട് അവർക്ക് ഭയങ്കര ആനന്ദം, കൃഷ്ണന്റെ കൂടെ വന്നിട്ട് ഊഞ്ഞാൽ കളിക്കുമ്പോ. രാധാറാണി എന്നെ വന്ന് എല്ലാവരും സർവീസ് ചെയ്തു, ഞാൻ വളരെ ഹാപ്പിയാണ്, അങ്ങനെ വിചാരിക്കാതെ എനിക്ക് ഈ സന്തോഷം കിട്ടാനുള്ള കാരണമായിരുന്നു ഈ ഗോപിമാരും മഞ്ചരിമാരും, ഇവർക്കും സന്തോഷം കിട്ടണല്ലോ, അപ്പൊ ഞാൻ എന്ത് ചെയ്യും. അപ്പൊ രാധാറാണി വന്നിട്ട് പേഴ്സണലി ഓരോരോ ഗോപികയെയും വന്നിട്ട് കൃഷ്ണന്റെ കൂടെ ഇരുത്തി അവരെല്ലാം കൂടെ എല്ലാ ഗോപിയെയും മഞ്ചരിയും വന്നിട്ട് കൃഷ്ണന്റെ കൂടെ എൻഗേജ് ചെയ്തു. സീ ഹൗ സ്പോട്ട്ലെസ്ലി ഒരു സ്വാർത്ഥതയില്ലാതെ ഒരു പ്രേമ, എല്ലാവർക്കും കൃഷ്ണ പ്രേമ കിട്ടണം, എല്ലാവർക്കും കൃഷ്ണ ആ സന്തോഷം കിട്ടണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ടോപ്പ് മോസ്റ്റ് ലവ് ആണ് അതിൽ വന്നിട്ട് ഒരു അങ്ങനെ പറയാ, ആ ടോപ്പ് മോസ്റ്റ് പ്രേമം. അതുകൊണ്ടാണ് രാധാറാണി ഇപ്പൊ ഭയങ്കര കൃഷ്ണന് ഇഷ്ടം. രാധാറാണിയെ വന്നിട്ട് കൃഷ്ണന് ഭയങ്കര ഇഷ്ടമാവാൻ കാരണം എന്താണ്, ടോപ്പ് മോസ്റ്റ് ശിരോൺമണി, ഭക്ത ശിരോൺമണി രാധ എന്ന് പറയാൻ കാരണം എന്താണ്, ഷീ വാണ്ട്സ് എവറിബഡി ടു ഗെറ്റ് കൃഷ്ണ, ഷീ വാണ്ട്സ് ടു ഗിവ് കൃഷ്ണ ടു എവറിബഡി. എല്ലാവർക്കും ഭഗവാനെ കിട്ടണം, ഭഗവാന്റെ ലീലയിൽ എല്ലാവരും പങ്കെടുക്കണം. ഒരു ഇച്ചിരി സർവീസ് ചെയ്താൽ ഉടനെ പോയി കൃഷ്ണന്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്യും, ഹീസ് എ വെരി നൈസ് ഡിവോട്ടി, ഈസ് എ ഗ്രേറ്റ് ഡിവോട്ടി, പ്ലീസ് അനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി റെക്കമെൻഡേഷൻ ചെയ്യും. അപ്പോ ഇതിലെന്ന് വെച്ചാൽ നമ്മൾ വന്നിട്ട് മറ്റവർക്ക് കിട്ടാനുള്ള ബ്ലെസ്സിങ്സിന് വന്നിട്ട് തടസ്സം ചെയ്യാൻ പാടില്ല. വി ഷുഡ് ഓൾവേസ് ഹൗ ഹി വിൽ ഗെറ്റ് മോർ ബ്ലെസ്സിങ്സ്. ഈ മാതാജിക്ക് ഇനി അനുഗ്രഹം കിട്ടണം, ഈ പ്രഭുവിന് ഇനി എനിക്ക് മാത്രം കിട്ടണം, ഞാൻ മാത്രം ഹൈലൈറ്റ് ആവണം എന്നുള്ളത് ആ ഒരു ഇത് ഇല്ല. വൃന്ദാവൻ അതാ ഈ ഭൗതിക ലോകത്തില് എല്ലാവരും വന്നിട്ട് ഒരു ചെറിയ ഒരു ഡൊണേഷൻ ടെമ്പിളിലേക്ക് കൊടുത്താലും അവർ എന്ത് വിചാരിക്കുന്ന വെച്ചാല് എന്റെ പേര് വലുതായിട്ട് വരണം. ഒരു ക്ലാസ്സിൽ ഒരു പ്രഭുജി പറയുമായിരുന്നു, I don't know where I heard, but ഒരു ക്ലാസ്സിൽ ഒരു പ്രഭുജി പറയായിരുന്നു, ഞാൻ വന്നിട്ട് എന്റെ അപ്പൂപ്പൻ വന്നിട്ട് ഈ ഫാനിനെ വന്നിട്ട് സ്പോൺസർ ചെയ്തിരുന്നല്ലോ, അപ്പൂപ്പന്റെ പേര് ഫാനിൽ എഴുതിയിട്ടില്ല എന്ന് അയാൾ വന്ന് പറയും. അപ്പൊ ടെമ്പിളില് പ്രഭുജി പറയും, അപ്പൂപ്പൻ തന്ന പൈസയില് അത് മൊത്തം ഫാൻ മേടിക്കാനുള്ള പൈസ ഇല്ലായിരുന്നു, ആ ഫാന്റെ ഒരു വിങ്, 3 വിങ്സ് ഉണ്ടല്ലോ ഫാനില്, അപ്പൊ ഒരു വിങ് സ്പോൺസർ ചെയ്യാനുള്ള പൈസയെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇയാള് ചോദിച്ചു, ഇന്ന് അപ്പൂപ്പന്റെ പേര് അവിടെ കാണുന്നില്ലല്ലോ. അപ്പൊ പ്രഭു പറഞ്ഞു, അപ്പൂപ്പന്റെ പേര് അവിടെ എഴുതിയിട്ടുണ്ട്, പക്ഷെ ഫാൻ കറങ്ങുമ്പോ ഉണ്ടല്ലോ ആരുടെ പേരും അവിടെ കാണത്തില്ല, അതാണെന്ന്.
അതെങ്ങനെ എന്റെ അപ്പൂപ്പൻ കൊടുത്തത് എല്ലാവർക്കും അറിയണം, ഫാൻ നിർത്ത് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ സർവീസ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാനും ഭക്തന്മാർക്കും സന്തോഷം കൊടുക്കണം. ഇവിടെ വന്ന് ഭഗവാനും ഭക്തന്മാർക്കും സന്തോഷം കിട്ടുന്നോ ഇല്ലയോ, ഞാൻ ചെയ്ത സർവീസ് എല്ലാവർക്കും കാണണം, എന്റെ പേര് വലുതായിട്ട് അവിടെ കാണണം, അത് ഫാൻ നിർത്തിക്കോളും. ഇങ്ങനത്തെ ഭക്തന്മാരാണ്. ഭഗവാന്റെ ഫോട്ടോയെക്കാട്ടിലും സ്പോൺസർ ചെയ്ത അന്നദാനം സ്പോൺസർ, ആ സ്പോൺസർ, ഈ സ്പോൺസർ, ആളുടെ ഫോട്ടോയും ആളുടെ ഫാമിലി ഫോട്ടോയാണ് അമ്പലത്തിന് മുമ്പ് വലുതായിട്ട് ഉത്സവത്തിലെല്ലാം പോയാല് സ്പോൺസർ ചെയ്ത. ബട്ട് ഇവിടെ വന്നിട്ട് രാധാറാണി നമുക്ക് കാണാം, ഷീ ഈസ് തിങ്കിങ്, ഹൗ വിൽ ഐ engage others in getting Krishna's blessings. We should not be an obstacle we should not stop blessings, for others. നമുക്ക് വന്നിട്ട് ഇവർക്കും നിറയെ അനുഗ്രഹം കിട്ടും, ഈ മാതാജിക്ക് നിറയെ അനുഗ്രഹം കിട്ടും, ഈ പ്രഭുവിന് അനുഗ്രഹം കിട്ടണം, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും, അവർക്കെല്ലാം സന്തോഷം കിട്ടാൻ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും, അത് ആ ഒരു മൂഡാണ് രാധാറാണിയുടെ. അതുകൊണ്ട് പിന്നെ ഈ ലീലയിലെ പങ്കെടുത്ത എല്ലാ ഗോപികളെയും വന്നിട്ട് രാധാറാണി അനുഗ്രഹിക്കുന്നുണ്ട്. എനിക്കും കൃഷ്ണനും സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് ഇത്ര വലിയ ഉത്സവം, ഊഞ്ഞാൽ ഉത്സവം അറേഞ്ച് ചെയ്തില്ലേ, എല്ലാവർക്കും അൺലിമിറ്റഡ് ആയിട്ട് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് രാധാറാണി വന്നിട്ട് അവിടെ അനുഗ്രഹിക്കുന്നു, എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ദാറ്റ് ഈസ് വൈ ഷീ ഈസ് ടോപ്പ് മോസ്റ്റ് ഡിവോട്ടി. സോ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, മറ്റവർക്ക് ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്നതിൽ ഞാൻ ഒരു തടസ്സമാവാൻ പാടില്ല. അവർക്കും കിട്ടണം, ഇവർക്കും കിട്ടണം, എല്ലാവർക്കും കിട്ടണം. അവർക്ക് അങ്ങനെ ആവുമ്പോ ഉണ്ടല്ലോ ഭഗവാന്റെ ദൃഷ്ടി നമ്മുടെ മേലെ പെടും. ഞാൻ ഷൈൻ ആവണം, എനിക്ക് മാത്രം ഭഗവാന്റെ മുമ്പ് ഞാൻ വലിയ ആളാ, അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ ഭഗവാൻ അവിടെ നോക്കത്തില്ല. എന്റെ എല്ലാ ഭക്തന്മാരും സന്തോഷമാകുന്നത്, ഇത്രയും പേർക്ക് സന്തോഷം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് രാധാറാണി വന്നിട്ട് ഭക്ത ശിരോൺമണി ശ്രേഷ്ഠ. അപ്പൊ ഇപ്പൊ നമ്മൾ വായിച്ച ചൈതന്യ ചരിതാമൃതത്തിന്റെ ഈ ഭാഗം വന്നിട്ട് രാധാറാണി ഈസ് ദി top most gopi. എന്തുകൊണ്ടാണ്? she is very expert in serving Krishna and all the devotees. അതുകൊണ്ടാണ് രാധാറാണിയുടെ പൊസിഷൻ വന്നിട്ട് വളരെ ശ്രേഷ്ഠമായത് എന്നുള്ളത് നമ്മൾ ഈ ഭാഗം വരെ വായിച്ചു. സോ യെസ്, നമ്മൾ 219 ശ്ലോക വരെ വായിച്ചു. ഇതുവരെ 219 ശ്ലോകം വരെ രാധാറാണിയുടെ ടോപ്പ് മോസ്റ്റ് സേവ. ഇപ്പൊ അത്രയും ടോപ്പ് മോസ്റ്റ്, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു 3 റീസൺസ് രാധാറാണിയുടെ ഭാവം കൃഷ്ണൻ എടുക്കാനുള്ള 3 ഇന്റേണൽ റീസൺസ് വന്നിട്ട് നമ്മൾ വായിച്ചു. രാധാറാണിയുടെ ഗ്രേറ്റ്നെസ് എന്താണ്, ആദ്യത്തെ ആഗ്രഹം രാധാറാണിയുടെ ഭാവത്തിൽ കൃഷ്ണൻ വരാനുള്ള 3 കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. ടു അണ്ടർസ്റ്റാൻഡ് ദ ഗ്രേറ്റ്നെസ് ഓഫ് രാധാറാണീസ് ലവ്, രാധാറാണിയുടെ സ്നേഹം എന്താണ്, ആ സ്നേഹത്തിന്റെ ഗ്രേറ്റ്നെസ് എന്താണ്, ശ്രേഷ്ഠ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് എന്റെ അടുത്തുള്ള സ്വീറ്റ്നെസ് എന്താണ്. ഇപ്പൊ ഒരു രസഗുല്ലയ്ക്ക് ഒരു സ്വീറ്റിന് വന്നിട്ട് അത് എന്ത് സ്വീറ്റ് ആണെന്ന് അറിയില്ല, പക്ഷെ അത് കഴിക്കുന്ന ആൾക്കാർക്ക് അത് രസഗുല്ലയുടെ സ്വീറ്റ്നെസ് വന്നിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ കൃഷ്ണൻ വന്നിട്ട് ഹി വാണ്ട് ടു ടേസ്റ്റ്, കൃഷ്ണൻ വന്നിട്ട് ഫുൾ സ്വീറ്റ്നെസ് ബട്ട് കൃഷ്ണൻ എത്രമാത്രം സ്വീറ്റ് എന്ന്, കൃഷ്ണന്റെ സ്വീറ്റ്നെസ് എന്താണ് കൃഷ്ണൻ അറിയില്ല, കൃഷ്ണനെ സേവ ചെയ്യുന്ന ഗോപന്മാർക്കും അതിന്റെ സ്വീറ്റ്നെസ് അറിയും. അപ്പൊ രണ്ടാമത്തെ കാരണം വന്നിട്ട് കൃഷ്ണൻ വാണ്ടഡ് ടു ടേസ്റ്റ് ഹിസ് ഓൺ സ്വീറ്റ്നെസ്. ആൻഡ് മൂന്നാമത്തെ കാരണം വന്നിട്ട് എന്താന്ന് വെച്ചാല്, മൂന്നാമത്തെ കാരണം വന്നിട്ട് ടു ടേസ്റ്റ് രാധാറാണീസ് ഹാപ്പിനെസ്. ഇങ്ങനെ എന്നെ സേവ ചെയ്തിട്ട് രാധാറാണിക്ക് കിട്ടുന്ന സന്തോഷം എന്താണ്, രാധാറാണിക്ക് എന്താണ് അങ്ങനെ സന്തോഷം, അത് ഞാൻ അനുഭവിക്കണം. അപ്പൊ ഈ ഗോപീസിലെ വന്നിട്ട് 3 ലെവലിലെ കൃഷ്ണന്റെ കോൺസേർട്സ് നമ്മൾ വായിച്ചു. മറ്റേ മഹിഷിമാര്, പട്ടമഹിഷിമാര്, വ്രജഗോപിമാര്, പിന്നെ രാധാറാണിയാണ് ടോപ്പ് മോസ്റ്റ് എന്ന് നമ്മൾ വായിച്ചു. അപ്പൊ രാധാറാണി അത്രയും ശ്രേഷ്ഠമായ ഗോപി രാധാറാണിയാണ്. അപ്പൊ കൃഷ്ണൻ ഡിസയർ ചെയ്യുന്നുണ്ട് എന്താണ്, ആ സെയിം കൃഷ്ണ, അതുകൊണ്ട് ദ ടോപ്പ് മോസ്റ്റ് മെലോ അനുഭവിക്കുന്ന രസം എൻജോയ് ചെയ്യുന്ന രാധാ ഭാവത്തില് ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് രാധയുടെ ഭാവത്തില് ഭഗവാൻ വന്നിട്ട് ചൈതന്യ മഹാപ്രഭുവായി വന്നിട്ട് അത് ആ ഭാഗമാണ് ഇനി അടുത്ത. കൃഷ്ണ അപ്പിയർഡ് വിത്ത് സെന്റിമെന്റ്സ് ഓഫ് രാധാറാണി. രാധാറാണിയുടെ ഭാവത്തില് ചൈതന്യ മഹാപ്രഭു വരുന്നുണ്ട്. ആ ചൈതന്യ മഹാപ്രഭു വന്നിട്ട് ഈ സെയിം കൃഷ്ണ ഇൻ ദ മൂഡ് ഓഫ് ശ്രീമതി രാധാറാണി ഹു ഇസ് എ ടോപ്പ് മോസ്റ്റ് ഭക്ത. അത് വന്നിട്ട് അടുത്ത ഭാഗമാണ്. സോ ഇത് 220 ഇപ്പം നമുക്ക് വായിക്കാം. ശ്രീരാധാര ഭാവലാന ചൈതന്യ അവതാര യുഗ ധർമ്മ നാമ പ്രേമ കൈല പ്രചാര. അപ്പൊ ചൈതന്യ മഹാപ്രഭു അപ്പിയർ ചെയ്തിട്ട് രാധാറാണിയുടെ ഭാവം എടുത്തു.
பாவ எடுத்துட்டு யுகதர்மம் ஹரே கிருஷ்ணா கிருஷ்ண கிருஷ்ண ஹரே ஹரே ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് പറയുന്ന ഈ തിരുനാമത്തിന് ലോകം മുഴുവനും പ്രചരിപ്പിച്ചു. സേഭാവേ നിജ വാഞ്ച കരില പുരാണ അവതാരേ വാഞ്ച മൂല കാരണ. So in the mood of Radharani, he also filled his own desires. This is the principal reason for his appearance. அப்ப ராதா பாவத்துல കൃഷ്ണൻ വന്നിട്ട് ചൈതന്യ മഹാപ്രഭുവായി അപ്പിയർ ചെയ്തിട്ട് ഇങ്ങനെ ഭഗവാന്റെ ഡിസയേഴ്സ് എല്ലാം വന്ന് ഫുൾഫിൽ ആക്കി. 222 ശ്രീകൃഷ്ണ ചൈതന്യ ഗോസാനി വ്രജേന്ദ്ര കുമാര രസമയ മൂർത്തി കൃഷ്ണ സാക്ഷാത് ശൃംഗാര. പ്രേമ പെർസോണിഫൈഡ്. ചൈതന്യ മഹാപ്രഭു വന്നിട്ട് രാധയുടെ പ്രേമം പെർസോണിഫൈഡ് ആണ് ശ്രീ ചൈതന്യ മഹാപ്രഭു. 223 സൈരസാസ്വാദിതേ കൈലേ അവതാര അനുസംഗേ കൈലാസഭ രസേര പ്രചാര. പിന്നെ ചൈതന്യ മഹാപ്രഭുവായിട്ട് വന്നിട്ട് ഈ രസം അനുഭവിച്ച് പിന്നെ ഇത് വന്ന് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു ചൈതന്യ മഹാപ്രഭു ഈ രസ, ഭക്തി രസ, ദ ടോപ്പ് മോസ്റ്റ് രസ. 224 വിശ്വേഷാം അനുരഞ്ജനേന ജനയൻ ആനന്ദമിന്ദീവര ശ്രേണി ശ്യാമള കോമളൈരുപനയൻ അംഗേരംഗോത്സവം സ്വച്ഛന്ദം വ്രജസുന്ദരിഭിർ അഭിത പ്രതി അംഗ ആലിംഗിത ശൃംഗാര സഖി മൂർത്തിമാനിവ മധു മുദ്ഗോഹരി കീർദതി ക്രീഡതി. Mataji, can you please read the translation? 224 ഹരേ കൃഷ്ണ. 224 ട്രാൻസ്ലേഷൻ ഒന്ന് വായിക്കാൻ പറ്റുമോ? Okay, I think nobody is there. So anyway, my dear friends, just see how Shri Krishna is enjoying the season of spring with the gopis embracing each of his limbs. He's like amorous love personified. With his transcendental pastimes, he illumines all the gopis and entire creation. With his soft bluish black arms and legs which resemble blue lotus flowers, he has created a festival for Cupid. ഇത് വന്നിട്ട് ഗീതഗോവിന്ദത്തിന്റെ ആദ്യത്തെ വേഴ്സ് ആണ്. സോ ഭഗവാൻ വന്നിട്ട് ഈ സ്പ്രിംഗ് വസന്തകാലം എങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ട് ഗോപികമാരുടെ കൂടെ എന്ന് ഇത് പറയുന്നുണ്ട് ഇവിടെ. ഓക്കെ, വേഴ്സ് നമ്പർ 225 ശ്രീകൃഷ്ണ ചൈതന്യ ഗോസാനി രസേ രസദനാം അശേഷ വിശേഷ കൈല രസാസ്വദനാം. സോ ഇങ്ങനെ ചൈതന്യ മഹാപ്രഭു വന്നിട്ട് രാധാറാണിയുടെ ഭാവത്തിൽ വന്നിട്ട് രാധാറാണിയുടെ ഈ സ്വീറ്റ്നെസ് വന്നിട്ട് അനുഭവിക്കുമായിരുന്നു. രാധാറാണിയുടെ ആ കൃഷ്ണന്റെ പ്രേമയും അതുകൊണ്ട് രാധാറാണി അനുഭവിക്കുന്ന സന്തോഷവും ഭഗവാന്റെ ഗ്രേറ്റ്നെസ് എന്താണ്, ഇതെല്ലാം കൃഷ്ണൻ അനുഭവിക്കുമായിരുന്നു. സോ സേദ്വാരേ പ്രവർത്തായില കലിയുഗ ധർമ്മ ചൈതന്യ രദാസെ ജാനേ യഹി സഭ മർമ്മ. സോ ഇവിടെ ചൈതന്യ മഹാപ്രഭു എന്ത് ചെയ്യുന്നു? കലിയുഗ ധർമ്മം പ്രചരിപ്പിക്കുന്നു. കലിയുഗ ധർമ്മത്തില് പ്രചരിപ്പിച്ചിട്ട് ഗോപി ഭാവത്തില എന്തെല്ലാം രസങ്ങൾ വന്നിട്ട് അവർ ടേസ്റ്റ് ചെയ്തോ അത് വന്നിട്ട് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ആരെല്ലാം ഉണ്ട് ഇല്ല ചെയ്യുമ്പോ ഭഗവാന്റെ കൂടെ? അത് അടുത്ത് പറയുന്നു. അദ്വൈതാചാര്യ നിത്യാനന്ദ ശ്രീനിവാസ ഗദാധര ദാമോദര മുരാരി ഹരിദാസ ആരായത ചൈതന്യ കൃഷ്ണേര ഭക്തഗണ ഭക്തി ഭാവേ ശിരേ ധരി സബര ചരണ. సో అద్వైతాచార్య లార్డ్ నిత్యానంద, శ్రీవాస్ పండిత, గదాధర పండిత, സ്വരൂപ ദാമോദര, മുരാരി ഗുപ്ത, ഹരിദാസ് ഠാക്കൂർ, പിന്നെ എല്ലാവരുടെയും
Haridas Thakur and all the other devotees of Lord Shri Krishna Chaitanya bowing down with devotion, I hold their lotus feet on their head. ഇപ്പൊ എന്ത് ചെയ്യുന്ന നമ്മുടെ കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി മഹാപ്രഭുവിന്റെ എല്ലാ അസിസ്റ്റൻസും അദ്വൈതാചാര്യ, നിത്യാനന്ദ, ശിവാസ പണ്ഡിത, ഗദാധര പണ്ഡിത, സ്വരൂപ് ദാമോദർ ഇവരെല്ലാവരുടെയും ഭഗവാന്റെ പാദത്തിനും നമസ്കരിക്കുന്നു എന്ന് പറയുന്നത്. സോ നമുക്ക് വന്നിട്ട് ഭഗവാനെ കുറിച്ച് അറിയണമെങ്കിൽ നമുക്ക് വന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റില്ല. ഭഗവാന്റെ ഏറ്റവും പ്രിയമായിട്ടുള്ള സെർവൻസ്, ഭഗവാന്റെ ലീലകൾ എല്ലാം വന്നിട്ട് ഭഗവാന്റെ പാർഷദന്മാരായിട്ട് അടുത്തുനിന്നേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അവരുടെ എല്ലാവരുടെയും അനുഗ്രഹം വേണം. വി ഹാവ് ടു ടേക്ക് ബ്ലെസ്സിങ്സ് ഓഫ് ഓൾ ദ വൈഷ്ണവാസ്. ഈവൻ ഇപ്പൊ നമുക്ക് വന്നിട്ട് ഗുരു മഹാരാജിന്റെ പാസ്റ്റ് ടൈംസ് എല്ലാം അറിയണമെങ്കിൽ ഗുരു മഹാരാജിന്റെ സെക്രട്ടറീസ്, ഗുരു മഹാരാജിന്റെ കൂടെ ദിനം വന്നിട്ട് സർവീസ് ചെയ്യുന്നവരുടെ അടുത്ത് പോയി പറഞ്ഞാൽ ഗുരു മഹാരാജിന്റെ ഒരു ബിറ്റ് ഓഫ് നെക്ടറും നമുക്ക് അവരുടെ അടുത്ത് നിന്ന് കിട്ടാവുള്ളൂ. നമുക്കൊന്ന് ഡയറക്റ്റ് ആയിട്ട് ഗുരു മഹാരാജിന്റെ അടുത്ത് കോൺടാക്ട് ഇല്ല, നമുക്കൊന്ന് ഡയറക്റ്റ് ആയിട്ട് അറിയാനുള്ള ചാൻസ് ഇല്ല. പക്ഷെ ഗുരു മഹാരാജിന്റെ സർവൻസ് എല്ലാം പോയി നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ അവരുടെ അടുത്ത് നിന്ന് നെക്ടർ കേൾക്കുമ്പോൾ നമുക്ക് വന്നിട്ട് ഹരികഥ എന്നമാതിരി വൈഷ്ണവ കഥ എല്ലാം വന്നിട്ട് അവരുടെ ഗ്ലോറീസ് എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് അറിയണമെങ്കിൽ മഹാപ്രഭുവിന്റെ എല്ലാ ഡിവോട്ടീസ് അവരുടെയും അനുഗ്രഹം വേണം. അപ്പൊ കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി വന്നിട്ട് എല്ലാവർക്കും വന്ദനം ചെയ്യണം, എല്ലാവരുടെ അനുഗ്രഹം വേണം, എന്നാലേ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് षष्ठश्लोकेर कहिला भाषा मूल श्लोकेर अर्थ शुन करिये प्रकाश. Okay, I have given a hint of the sixth verse. Now please hear as I reveal the meaning of the original verse. ഇപ്പൊ ഇതുവരെ മംഗളാചരന്റെ ആറാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥങ്ങളാണ് ഇതുവരെ പറഞ്ഞത്. ഇനിയും വന്നിട്ട് മഹാപ്രഭു ഇനി ഇതിന്റെ ഒറിജിനൽ മീനിങ് വന്നിട്ട് ഇനി ഞാൻ പറയാന്ന് ഇനിയും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാ. അത് വന്നിട്ട് നമുക്ക് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. 2:30 ശ്രീരാധായ പ്രണയ മഹിമാ കീദൃശോ വനൈവ സ്വാദ്യോ യേനാദ്ഭുത മധുരിമാ കീദൃശോ വാ മദീയോ സൗഖ്യം ചാസ്യ മദ് അനുഭവതഃ कीदृशं वेति लोभात् तद्भावाद्य समजनी सचिगर्भ सिन्धौ हरिन्दु. ഇനിയാണ് ഇതിന്റെ മഹാപ്രഭു എങ്ങനെ അവതരിക്കുന്നു എന്നുള്ളതെല്ലാം വന്നിട്ട് ഇതിലിരുന്ന് ഇനി തുടങ്ങും. Desiring to understand the glory of Radharani's love, the wonderful qualities in him she alone relishes through her love, and the happiness she feels when she realizes the sweetness of his love, of the Supreme Lord Hari, richly endowed with her emotions, appeared in the womb of Srimati Sachi Devi as the moon appeared from the ocean. Shri Radhaya Pranaya Mahima Kidrisho Vana Iva. രാധായ പ്രണയ മഹിമ, രാധാറാണിയുടെ ഗ്ലോറീസ് ഓഫ് രാധായ അറിയാൻ വേണ്ടിയിട്ടും പിന്നെ പുള്ളിയുടെ കൃഷ്ണന്റെ തന്നെ സ്വയം ഇത് മൂന്ന് റീസൺസ്. അതാണ് രാധാറാണിയുടെ ഗ്രേറ്റ്നസ് മനസ്സിലാക്കാനും കൃഷ്ണന്റെ ദ വണ്ടർഫുൾ ക്വാളിറ്റീസ് ഇൻ ഹിം ദാറ്റ് ഷീ അലോൺ റിലീഷ്യസ് ത്രൂ ഹർ ലവ്. കൃഷ്ണന്റെ അത്ഭുത ക്വാളിറ്റീസ് അത് രാധാറാണിക്ക് മാത്രമേ അറിയുള്ളൂ. അത് എന്താണ് രാധാറാണി അങ്ങനെ എൻജോയ് ചെയ്യുന്നത്. പിന്നെ ഇതെല്ലാം വന്നിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഭഗവാൻ എന്ത് ചെയ്യുന്നു? രാധയുടെ ഭാവത്തില് ഭക്തനായിട്ട് അവതരിക്കുന്നു, സച്ചി മാതാവിടെ ഗർഭത്തിൽ അവതരിക്കുന്നു. അത് എങ്ങനെയുണ്ടെന്ന് വെച്ചാല് സമുദ്രത്തിലിരുന്ന് പൂർണ്ണചന്ദ്രൻ ഉദിക്കുന്നത് പോലെ കൃഷ്ണൻ വന്നിട്ട് ചൈതന്യ മഹാപ്രഭു വന്നിട്ട് സച്ചി മാതാവിടെ ഗർഭത്തില് ഉദിച്ചു എന്ന് ഇങ്ങനെ പറയുന്നു. ജയ സച്ചിനന്ദൻ ഗൗരഹരി കി ജയ്. So we will stop our discussions here. Thank you so much. ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ട്, കമന്റ്സ് പറയാനുണ്ടെങ്കിൽ ദയവായിട്ട് പറയാം. സോ ഹരേ കൃഷ്ണ. അപ്പൊ ഗൗരംഗ മഹാപ്രഭുവിന്റെ അവതാരം എത്തി. ഹരേ കൃഷ്ണ. 230 വരെ നമ്മൾ ഇന്ന് വായിച്ചു. Hare Krishna. Sorry. Hare Krishna. Hare Krishna.
ഹരേ കൃഷ്ണ. നല്ലപോലെ കഥ നല്ലപോലെ മനസ്സിലായി. നല്ല ക്ലാസ് ആയിരുന്നു മാതാജി. അടി സൂപ്പർ ആയിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവരുടെയും പെർമിഷൻ എടുത്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും എന്റെ വിനീതമായ പ്രണാമം. കൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ വൃന്ദ की जय. गौरंग महाप्रभु की जय. कृष्णदास कविराज गोस्वामी की जय. जगत गुरु श्रील प्रभुपाद की जय. निताय गौर प्रेमानंदे. हरि 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 बोल. हरे कृष्णा. हरे कृष्णा. अतामृत प्रभु जी സെഷൻ എൻഡ് ചെയ്യാം മാതാജി. I'll take your permission. നമുക്ക് ലീവ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശരി, ഹരേ കൃഷ്ണ.